ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിത് മൂന്നാമത്തെ ദിവസമാണ് ദൈവവചനം സംബന്ധിച്ച് ചില കാര്യങ്ങൾ, അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും നാം മരണത്തെ സംബന്ധിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മരണം ഒരു ചിന്താവിഷയമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഈ ഏറ്റവും കൂടുതൽ മനുഷ്യനെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്ന ഒരു വസ്തുത മരണത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകളാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കലുകളാണ്. മനുഷ്യൻ മരിച്ചാലും മരിക്കുന്നില്ല, അവൻ്റെ ആത്മാവ് നിലനിൽക്കുന്നു, മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകുന്നു, ഇന്നിങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ. അതുകൊണ്ട് അനേകം അനാചാരങ്ങൾക്ക് ഇത് വഴി തുറക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സാത്താൻ കണ്ടെത്തിയ ഒരു മാർഗമാണ്, അല്ലെങ്കിൽ ഒരു ഉപദേശമാണിത്. കാരണം ഈ മനുഷ്യൻ മരിച്ചാലും അവൻ്റെ ആത്മാവ് നിലനിൽക്കുന്നു, ഒരു തുടർ ജീവിതം അതിനുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടി നിരവധിയായ കർമ്മങ്ങൾ ചെയ്യുവാൻ മനുഷ്യൻ സന്നദ്ധരാകുന്നു. അല്ലെങ്കിൽ നമ്മുടെ മതങ്ങൾ ഈ കർമ്മ മാർഗങ്ങളിൽ കൂടെ മനുഷ്യനെ വഴി നടത്തുകയാണ്. മനുഷ്യന്റെ മോക്ഷത്തിന് കർമ്മം അനിവാര്യമാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മരണാനന്തര ശുശ്രൂഷകൾക്ക് വേണ്ടി എത്രയോ പണം, എത്രയോ സമയം, ഇതൊക്കെയാണ് അവർ വൃഥാ ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക നിർണയത്തിന്റെ ആ പദ്ധതി പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കുവാൻ മരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വേദ പഠന പരമ്പരയിൽ മരണം എന്താണ് എന്നുള്ള വിഷയം തന്നെ ആദ്യമേ തിരഞ്ഞെടുത്തത്. അപ്പൊ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയത് മരണത്തിന്റെ സ്വഭാവം എന്താണ്. അപ്പം നീ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. ആ നാളിന്റെ ദൈർഘ്യം എത്രയാണ്? മനുഷ്യന്റെ ആയുസിന്റെ സംബന്ധിച്ച് പലരും ചിന്തിക്കുന്നത് എന്താ? മനുഷ്യന്റെ ആത്മാവ് അനന്തകാലം ജീവിക്കുന്നു, നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആദാമിനോട് കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ആദാം 930 സംവത്സരം ജീവിച്ചിരുന്നു, മരിച്ചുവെന്ന. അപ്പൊ ആദാമിന്റെ ആയുഷ്കാലം 930 സംവത്സരമായിരുന്നു എന്ന് വേദപുസ്തകം ബൈബിൾ നമ്മളോട് പറയുമ്പോൾ അതല്ല, അവൻ മരിച്ചു കഴിഞ്ഞാലും ജീവിക്കുകയാണ് എന്ന് പറയുന്നത് യുക്തി ഇല്ല, അതിനകത്ത് യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ. അപ്പൊ ആയുസിന്റെ മധ്യം എങ്ങനെ തീരുമാനിക്കാൻ സാധിക്കും? ഇവിടെ 50, 60, 70 വയസ്സിലൊരാൾ മരിച്ചാൽ അത് ആയുസിന്റെ മധ്യത്തിലാണ് മരിക്കുന്നതെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കാരണം അവന്റെ ആയുസ് അനന്തമായി നീണ്ടു നിൽക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. അതുകൊണ്ട് അതിനോട് അനുബന്ധമായി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ മരണത്തിന് 2 സ്വഭാവങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് മനുഷ്യനുള്ള അവൻ ആത്മീയ മരണം എന്നുള്ളതാണ്. രണ്ടാമത്തത് ശാരീരിക മരണമാണ്. അപ്പൊ ശാരീരിക മരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു പോകുന്നതാണ് ശാരീരിക മരണം എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനെന്തുമാത്രം വേദാധാരമുള്ളതാണ് ഈ പഠിപ്പിക്കലുകൾ എന്നുള്ളതാണ് ഇന്ന് നാം മുഖ്യമായും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം. മനുഷ്യന്റെ ശാരീരിക മരണം അതെന്താണ്? അത് അവനിൽ നിന്നും അവന്റെ ആത്മാവ് വേർപെട്ടു പോകുന്നതാണോ? അങ്ങനെ അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത കടന്നു ചെല്ലുന്നത് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുക, എന്താ ആദാമിനെ എങ്ങനെയാ സൃഷ്ടിക്കുന്നത്? ആദാമിന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാ പറയുന്നത്. അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി, അല്ലെങ്കിൽ ജീവനുള്ള ആത്മാവായി. അത് കൃത്യമായി പറഞ്ഞാൽ അവന് ജീവിയായി എന്ന്. അപ്പൊ ആദാമിന് ഒരു ജീവൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആദാമിന് അവൻ ചൈതന്യമുള്ള ഒരു വ്യക്തിയായി തീരുന്നത് അവന്റെ മൂക്കിൽ ജീവശ്വാസം ലഭിക്കുമ്പോഴാണ്. അപ്പൊ ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള
ദേഹിയായി തീർന്നു. അപ്പൊ ഇതാണ്. അപ്പം നാം മനസ്സിലാക്കുക, ഒരിക്കലും ബൈബിൾ നമ്മോട് പറയുന്നില്ല മനുഷ്യനിൽ ഒരാത്മാവുണ്ട് എന്ന് ബൈബിൾ നമ്മളോട് പറയുന്നില്ല, വേദപുസ്തകം പറയുന്നില്ല. പിന്നെ എന്താ പറയുന്നത്? അവൻ ആത്മാവാണെന്നാ. മനുഷ്യൻ ആത്മാവാണ്, മനുഷ്യൻ തന്നെയാണ് ആത്മാവ്. മനുഷ്യനിൽ ആത്മാവുണ്ട് എന്നുള്ളത് വളരെ തെറ്റായ ചിന്താഗതിയാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് എന്താ? അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ആത്മാവായി. അപ്പോൾ മനുഷ്യനാണ് ആത്മാവ്, അതല്ലാതെ മനുഷ്യനിൽ ആത്മാവുണ്ട് എന്നുള്ളതല്ല. അപ്പോൾ മനുഷ്യൻ ആത്മാവാകണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ അവിടെ ആവശ്യമാണ്. രണ്ട് ഘടകങ്ങളുടെ സംയോഗത്തിൽ നിന്നാണ് ഈ ആത്മാവ് എന്നുള്ള മൂന്നാമത്തെ ഘടകം ഉരുത്തിരിയുന്നത്. അതെന്താണ്? ഒന്ന്, പൂർണ്ണതയുള്ള ഒരു ശരീരം അവന് വേണം. ആ ശരീരത്തെ പ്രവർത്തനക്ഷമമാക്കുവാൻ പോരുന്ന ഒരു ജീവശക്തി വേണം. ഇത് രണ്ടും ചേരുമ്പോഴാണ് അവൻ എന്താവുന്നത്? അവനൊരു ജീവിയായി തീരുന്നത്. അതിനെയാണ് അവൻ ആത്മാവായി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് വസ്തുക്കൾ ചേർന്ന് മൂന്നാമതൊരു വസ്തു ഉണ്ടാകുകയാണ്. എങ്കിൽ നാം സാമാന്യ ബോധത്തിൽ, യുക്തിയിൽ നാം ചിന്തിക്കുക, രണ്ട് വസ്തുക്കൾ ചേർന്ന് ഒരു വസ്തു ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ആ സ്ഥാനത്ത് ഇവ തമ്മിൽ വേർപിരിഞ്ഞാൽ ഉണ്ടായ മൂന്നാമത്തെ വസ്തു ഇല്ലാതെയായി പോവുകയില്ലേ? അതിന് ഉദാഹരണം പറഞ്ഞാൽ, നാം വെള്ളത്തെ നാം പരിശോധിക്കുക. വെള്ളം എന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രജൻ ആറ്റംസുകളുടെയും ഒരു ഓക്സിജൻ ആറ്റത്തിന്റെയും സംയോഗത്തിൽ നിന്നുണ്ടാകുന്നതാണ്. H2O, ഹൈഡ്രജന്റെ രണ്ടാറ്റവും ഓക്സിജന്റെ ഒരാറ്റവും. ഇത് ചേരുമ്പോൾ ജലമുണ്ടാകും, വെള്ളമുണ്ടാകും. എന്നാൽ ഇവിടെ ഈ ഹൈഡ്രജൻ ഓക്സിജൻ വാതകങ്ങളെ വേർപിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഉണ്ടായ വെള്ളം ഇല്ലാതെയാകും. അതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ, പൂർണ്ണതയുള്ള ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ജീവശക്തി പ്രവേശിച്ചു. അതായത് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഇംഗ്ലീഷിലും ബ്ലൂ ഇൻ ടു ഹിസ് നോസ്ട്രിൽസ് ദ ബ്രീത്ത് ഓഫ് ലൈവ്സ് എന്ന പറയാൻ, ജീവികളുടെ ശ്വാസമൂതി എന്ന. ബ്ലൂ ഇൻ ടു ഹിസ് നോസ്ട്രിൽസ് ദ ബ്രീത്ത് ഓഫ് ലൈവ്സ്. ഇപ്പൊ ദൈവം എന്ത് ചെയ്തു? അവന്റെ മൂക്കിൽ ഒരു ശക്തി പ്രയോഗിക്കാൻ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബ്ലാഡറിലേക്ക് അല്ലെങ്കിൽ ഒരു സൈക്കിളിന്റെ ടയറിലേക്ക് ഒരു പമ്പ് കൊണ്ട് കാറ്റടിച്ചു കയറ്റുന്നു എന്ന് പറഞ്ഞതുപോലെ ആദാമിന്റെ ലങ്സിലേക്ക്, ശ്വാസകോശത്തിലേക്ക് ഈ ജീവശക്തി പ്രവേശിപ്പിക്കുകയാണ്. അപ്പോഴെന്താ? ആ ജീവശക്തിയെ വിശേഷിപ്പിക്കുന്നത് ജീവികളുടെ ശക്തി എന്നാണ്. ദ ബ്രീത്ത് ഓഫ് ലൈവ്സ്, ജീവികളുടെ ശ്വാസം, അത് പ്രവേശിച്ചു. അപ്പൊ അപ്പോഴാണ് അവൻ ആത്മാവായി തീരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ബൾബ്, ആ ബൾബ് അതിന്റെ നിർമ്മാണത്തിൽ പൂർണ്ണതയുള്ള ഒരു ബൾബ് അത് പ്രകാശിക്കണമെങ്കിൽ അതിലേക്ക് വൈദ്യുതി പ്രവേശിക്കണം. വൈദ്യുതി പ്രവേശിച്ചാൽ മാത്രമേ ഈ ബൾബ് പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ ഈ വൈദ്യുതി പ്രവേശിച്ച് ആ ബൾബ് പ്രകാശിക്കണമെങ്കിൽ ആ ബൾബ് പൂർണ്ണതയുള്ളതായിരിക്കണം. അപ്പൊ ആ ബൾബിന്റെ ഫിലമെന്റ് പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ വൈദ്യുതി പ്രവേശിച്ചാലും ആ ബൾബ് പ്രകാശിക്കുകയില്ല. ഇനി പൂർണ്ണതയുള്ള ഒരു ബൾബ്, ഫിലമെന്റ് എല്ലാം പൊട്ടാത്ത പൂർണ്ണതയുള്ള ഒരു ബൾബാണെങ്കിലും ഈ വൈദ്യുതി അതിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ അതിന് പ്രകാശിക്കാൻ സാധിക്കുകയില്ല. ഇതുപോലെ മനുഷ്യ ശരീരത്തിലേക്ക് ഈ ജീവശക്തി പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ആ പൂർണ്ണതയുള്ള ശരീരം പ്രവർത്തനക്ഷമമാകുന്നത്. ഈ ബൾബിൽ കത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രകാശമായി മാറിയ ആ വൈദ്യുതി അത് കെട്ടുകഴിയുമ്പോൾ, അല്ലെങ്കിൽ ബൾബിന്റെ ഫിലമെന്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത്ര സമയവും അവിടെ പ്രകാശിച്ചുകൊണ്ടിരുന്ന ആ വൈദ്യുതി എവിടെ പോയി? നമുക്ക് പറയാൻ സാധിക്കുമോ? ആ വൈദ്യുതി മറ്റൊരു ബൾബിൽ പോയി, അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് പോയി, വേറൊരു പ്രതലത്തിൽ. അടുത്ത ഫാൻ അവിടെയുണ്ട്, ആ ഫാനിൽ കയറി ഫാൻ കറക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? നാം മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് മറ്റൊരു ലോകത്ത് പോയി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെയാ. ഇത്ര സമയവും ഈ ബൾബിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ബൾബിനെ പ്രവർത്തനോന്മുഖമാക്കിയ വൈദ്യുതി
ഈ ബൾബ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഫിലമെന്റ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ആ വൈദ്യുതി മറ്റൊരു ഉപകരണത്തിൽ പോയി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അപ്പോൾ മനുഷ്യൻ ഇപ്രകാരം രണ്ട് ഘടകങ്ങൾ ചേർന്ന് ആണ് അവൻ മനുഷ്യനായിത്തീരുന്നത്, അല്ലെ ആത്മാവായിത്തീരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നാം നോക്കുക, അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. ഈ ജീവശ്വാസം എന്നുള്ള ആ പദം, അതിന്റെ മൂലപദം നമുക്കറിയാം, പഴയ നിയമം എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. അതിന് ജീവശ്വാസം എന്നുള്ളതിന് നെഷേമ എന്നുള്ള ഒരു മൂലപദമാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു പദമുണ്ട് റൂഹ എന്നുള്ളത്. ഈ രണ്ട് പദങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മാറി മാറി പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ജീവശ്വാസം എന്നുള്ളതിന് നെഷേമ എന്നുള്ള പദം. അപ്പൊ ശരീരത്തിൽ ഈ നെഷേമ പ്രവേശിച്ചപ്പോൾ അവൻ എന്തായി എന്ന, അവനൊരു നെഫേഷായി, അവൻ ജീവിയായി തീർന്നു. ആ ജീവി എന്നുള്ളതിന് നെഫേഷ് എന്ന മൂലപദത്തിൽ. അപ്പൊ ഈ നെഷേമ പ്രവേശിക്കുമ്പോൾ, ഈ ശരീരത്തിൽ പ്രവേശിച്ച് പ്രവർത്തനം തുടങ്ങുമ്പോൾ അവൻ ചിത്ത വൃത്ത വികാരങ്ങളൊക്കെ ഉള്ള ഒരു ഒരു വിശേഷ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായി അവൻ തീരുകയാണ്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ നെഷേമ പ്രവേശിച്ച് കഴിയുമ്പോൾ അവൻ നെഫേഷായി മാറുന്നു. നമ്മൾ നോക്കുക, ബൈബിളിൽ ഈ നെഷേമ എന്നുള്ള പദം 24 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ജീവശ്വാസം, നെഷേമ അഥവാ ജീവശ്വാസം എന്നുള്ള ഈ പദം 24 തവണയാണ് ബൈബിളിൽ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ആ ഭാഗങ്ങളെല്ലാം നാം പരിശോധിച്ചാൽ ഇത് മനുഷ്യനിൽ മാത്രമല്ല ഈ നെഷേമ പ്രവേശിക്കുന്നത്. ഈ നെഷേമ എല്ലാം ജന്തുക്കളിലും ഈ നെഷേമ തന്നെയാ പ്രവർത്തിക്കുന്നത്. അത് നാം നോക്കുക, അത് വെറുതെ ഞാൻ പറയുന്നതല്ല. നിങ്ങൾ വേദപുസ്തകത്തിന്റെ സഹായത്തോടെ നിങ്ങൾ ഇത് പരിശോധിക്കണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം നമ്മൾ നോക്കുക. അവിടെ എന്താ പറയുന്നേ? കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു എന്നാ പറയുന്നത്. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ള സകലവും ചത്തു. ഇത് മനുഷ്യനെ കുറിച്ച് മാത്രമാണോ പറയുന്നത്? ഇത് സകല ജീവജന്തുക്കളെ കുറിച്ച് ചേർത്തിട്ടാ പറയുന്നത്. അവൻ കരയിലുള്ള സകലത്തിലും ജീവശ്വാസമുള്ളത്. മനുഷ്യന്റെ മൂക്കിൽ ഊരിയത് ജീവശ്വാസമാണെന്നാ ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ പറയാ മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: ആകാശത്തിൻ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സകലത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഒരു ജലപ്രളയം വരുത്തും. നോക്കുക, ആകാശത്തിൻ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സകലത്തെയും നശിപ്പിപ്പാൻ. അപ്പൊ ആ ജലപ്രളയത്തിൽ നശിച്ചു പോയത് സകല ജന്തുക്കളും നശിച്ചുപോയി. അന്ന് അവിടെ രക്ഷപ്പെട്ടത് നോഹയും അവന്റെ കുടുംബവും മാത്രമാണ്. 8 പേർ മാത്രമാണ് ആ ജലപ്രളയത്തിൽ നിന്നും ജീവൻ പ്രാപിച്ച് രക്ഷപ്പെട്ടത്. അവൻ നോഹ ഉണ്ടാക്കിയ ഒരു പെട്ടകത്തിൽ കൂടെ അവർ രക്ഷ പ്രാപിച്ചു. ബാക്കിയുള്ള എല്ലാ സകല ജീവജന്തുക്കളും ഈ ജലപ്രളയത്തിൽ ചത്തുപോയി. അപ്പൊ ആകാശത്തിൻ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സകലത്തെയും. അപ്പൊ ഇത് നെഷേമയാ, മനുഷ്യന്റെ മൂക്കിൽ ഊതിയ നെഷേമ തന്നെയാണ് ഈ മൃഗങ്ങളുടെ മൂക്കിലും ഊതിയിരിക്കുന്നത്. അവ ശ്വസിക്കുന്നത് അത് തന്നെയാണ്. ഇനി ഉൽപ്പത്തി പുസ്തകം 7-15 പറയുക: ജീവശ്വാസമുള്ള സകല ജഡത്തിൽ നിന്നും ഈരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. നമുക്ക് ജീവശ്വാസമുള്ള സകല ജഡത്തിൽ നിന്നും, ആ സകല ജഡം എന്നുള്ളതിന് നെഫേഷ് എന്നാ പറയുന്നത്. അപ്പൊ ജീവശ്വാസം നെഷേമായുള്ള സകല ജഡവും. അപ്പൊ ഇവിടെ മൃഗങ്ങളെയും നെഫേഷ് എന്ന് പറയാം. മനുഷ്യനെ ആത്മാവ് എന്ന് വിവർത്തനത്തിൽ കൂടെ വിശേഷിപ്പിച്ച, അല്ലെങ്കിൽ സോൾ എന്ന് വിശേഷിപ്പിച്ച അതേ പദം ഏതാണ്? നെഷേമ എന്നുള്ള പദം. ഇവിടെ സകല ജഡമെന്നു ജീവജന്തുക്കളെ കുറിച്ചും പറയുക. എന്ന് പറഞ്ഞാൽ ജീവജന്തുക്കളും ആത്മാവാണെന്ന് അതിന്റെ അർത്ഥം.
അപ്പൊ നമ്മുടെ മതങ്ങൾ പഠിപ്പിക്കുന്നത് ജീവജാലങ്ങൾ ജീവജന്തുക്കളൊന്നും എന്തല്ല, ആത്മാവല്ല, മനുഷ്യൻ മാത്രം ആത്മാവെന്നാണ്. അപ്പൊ ഇവിടെ സകല ജഡവും എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് മനുഷ്യനെ വേണ്ടി ഉപയോഗിച്ച അതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി പണ്ഡിതന്മാരൊക്കെ അവരുടേതായ ആശയങ്ങൾ നമ്മിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി അവർ പറയുന്ന വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ ആശയങ്ങളുണ്ട് ബൈബിളിൽ. അതൊന്നും ബൈബിളിന്റെ പഠനങ്ങളല്ല, ബൈബിളിന്റെ ഉപദേശങ്ങളല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താ, മനുഷ്യനിൽ ഇങ്ങനെ ഒരു ആത്മാവുണ്ട്, ദൈവത്തിന്റെ ശ്വാസം അവൻ അവിടെ ഊതി എന്നാ പറയുന്നത്. അതുകൊണ്ട് എന്താ, ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അതുകൊണ്ടാണ് അവൻ ആത്മാവായതെന്ന. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക, ഈ ജീവശ്വാസം ഊതുന്ന പ്രവൃത്തി ദൈവം ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളിലും ചെയ്തിരിക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. എന്താ കാണുന്നത്? നമ്മൾ കാണും ഈ 2 ശമൂവേൽ 22:16 ഇങ്ങനെയാ പറയുന്നത്: തിരുമൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാൽ കടലിന്റെ ചാലുകൾ കാണായി വന്നു. ഇവിടെ തിരുമൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാൽ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം, ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ ഒരു അംശം അവനിലേക്ക് കടന്നു വന്നു എന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ മതപണ്ഡിതന്മാർ. ഇവിടെ എന്താ അവരത് പഠിപ്പിക്കാത്ത? അങ്ങനെയാണെങ്കിൽ തിരുമൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാൽ കടലിന്റെ ചാലുകൾ കാണായി വന്നു. അപ്പൊ കാണായി വന്ന കടലിന്റെ ചാലുകളിലും ദൈവത്തിന്റെ അംശം കുടികൊള്ളുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. വീണ്ടും സങ്കീർത്തനം 18:15 ഇങ്ങനെയാ പറയുന്നത്: നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാൽ നീർത്തോടുകൾ കാണായി വന്നു. നോക്കുക, നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാൽ നീർത്തോടുകൾ കാണായി വന്നു. അപ്പോൾ ഇവിടെയും കാണുന്നു, ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസത്താൽ അതിന്റെ ഊത്തിനാൽ നീർത്തോടുകൾ കാണായി വന്നു. വീണ്ടും ഇയ്യോബ് 37:10 പറയുക: ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് നീർക്കട്ട ഉളവാകുന്നു. ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് നീർക്കട്ട ഉളവാകുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ദൈവത്തിന്റെ ശ്വാസം ഈ ഉളവായ നീർക്കട്ടയിൽ അങ്ങനെ അമർത്യമായി നിലനിൽക്കുകയാണോ? അപ്പൊ ദൈവത്തിന്റെ ശ്വാസം അല്ലെങ്കിൽ ദൈവത്തിന്റെ അംശം മനുഷ്യനിൽ പ്രവേശിച്ചത് കൊണ്ടാണ് മനുഷ്യന് അമർത്യമായ ഒരു ആത്മാവുണ്ട്. അങ്ങനെ അമർത്യമായ ഒരു ആത്മാവിന്റെ ഉടമയാണ് മനുഷ്യനെന്ന് നമ്മെ വിശ്വസിക്കാൻ അവർ കണ്ടെത്തുന്ന ഒരു ന്യായം ഇതാ. എന്താ? ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അപ്പൊ ദൈവത്തിന്റെ ഒരു ഭാഗം അവനിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ദൈവം അമർത്യനായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ഭാഗം പ്രവേശിച്ച മനുഷ്യനിലും ഈ അമർത്യതയുടെ അംശം കടന്നുകൂടിയിരിക്കുന്നു എന്നാണ്. എത്രയോ യുക്തിശൂന്യമായിരിക്കുന്ന ഒരു പഠിപ്പിക്കലാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി. അങ്ങനെ പഠിപ്പിക്കുന്നവരോട് എനിക്ക് എൻ്റെ എളിയ ബുദ്ധിയിൽ ചോദിക്കാനുള്ള ഒരു കാര്യം, മനുഷ്യൻ പാപം ചെയ്തു ഇല്ലേ? അപ്പൊ ഈ പാപം എങ്ങനെ ചെയ്യാൻ അവന് സാധിക്കും? ദൈവത്തിന്റെ അംശമാണ് അവനിൽ കടന്നുകൂടിയിരിക്കുന്നതെങ്കിൽ ദൈവത്തിന് പാപം ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ ചിന്തിക്കാം. ദൈവത്തിന്റെ അംശം ഒരുവനിൽ ഉള്ളത് കൊണ്ട് അവൻ അമർത്യനാണ്. ദൈവം അമർത്യനായതുകൊണ്ട് ഇവൻ അമർത്യനാണ് എങ്കിൽ ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയില്ല, ദൈവത്തിന് തെറ്റുകൾ ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ പാപം ചെയ്യാൻ സാധിക്കാത്ത ഒരു ദൈവത്തിന്റെ അംശം കുടിയിരിക്കുന്ന മനുഷ്യൻ എങ്ങനെ പാപം ചെയ്യും? അപ്പോൾ നാം ചെയ്യുന്ന പാപങ്ങൾക്കൊക്കെ ദൈവമാണോ ഉത്തരവാദി? ദൈവമാണോ ദൈവമാണോ നമ്മെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്? നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറഞ്ഞതുകൊണ്ട് അത് ദൈവത്തിന്റെ ഒരു അംശം അവനിൽ കടന്നുകൂടി എന്ന പഠിപ്പിക്കലുകൾ അത് വ്യാജമാണ്. അത് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതാണ്. കാരണം സാധാരണ രീതിയിൽ മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സാധാരണക്കാർ ഇതിനു വേണ്ടി വലിയ സമയം ചെലവഴിച്ചത് പഠിക്കാനൊന്നും പോകാറില്ല. അതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പൊ ഈ ഊതപ്പെട്ട ജീവശ്വാസം അത് എന്താണ്? അത് നക്ഷേമയാണ്. അതുകൊണ്ട് അവനിൽ ഉണ്ടായത് എന്താണ്? അവനിൽ ഉണ്ടായത് ഒരു നെഫേഷാണ്. അപ്പൊ മനുഷ്യൻ ആത്മാവല്ല എന്ന്, മനുഷ്യൻ ആത്മാവാണ്, മൃഗങ്ങൾ ആത്മാവല്ല എന്ന് പഠിപ്പിക്കുന്നവർ ഈ മൃഗങ്ങളുടെ സൃഷ്ടിയിലും എന്താണ് സംഭവിക്കുന്നത്? അതായത് ആദ്യമേ പറഞ്ഞ് മൂക്കിൽ ജീവശ്വാസമുള്ള സകല ജഡവും. അപ്പൊ ഈ മൃഗങ്ങളുടെ മൂക്കിൽ ജീവശ്വാസം കയറുമ്പോൾ, പ്രവേശിക്കുമ്പോൾ അവൻ ആത്മാവാകുന്നില്ല. പക്ഷെ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം പ്രവേശിച്ചാൽ അവൻ ആത്മാവാകും. ഇതിനെന്ത് യുക്തിയാ ഉള്ളേ? നമ്മൾ ആലോചിക്കുക. നമ്മൾ രണ്ട് പാത്രങ്ങളിൽ ചായ ഇടാൻ രണ്ട് പാത്രങ്ങൾ എടുത്തു. അതിൽ രണ്ട് പാത്രത്തിലും വെള്ളവും പാലും ഒഴിച്ച് ചായപ്പൊടിയും ഇട്ടു. അതിനുശേഷം അത് തിളച്ചു കഴിയുമ്പോൾ നാം വാങ്ങി ഊറ്റിയെടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് ലഭിക്കുന്നത് ചായയും മറ്റേ പാത്രത്തിൽ നിന്ന് ലഭിക്കുന്നത് കാപ്പിയുമായിട്ട് മാറുമോ? നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അത് നിരക്കുന്നതാണോ? രണ്ട് ജീവികളിൽ ഈ ജീവശ്വാസം പ്രവേശിക്കുമ്പോൾ, അതിന്റെ ആ ശരീരത്തിൽ ജീവശ്വാസം പ്രവേശിക്കുമ്പോൾ ഇവ രണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ സ്വഭാവത്തിലായിരിക്കണ്ടേ? അപ്പൊ രണ്ട് പാത്രത്തിൽ ചായപ്പൊടി ഇട്ട് പാലും വെള്ളവും ചേർത്ത് നാം തിളപ്പിച്ചെടുത്താൽ രണ്ട് പാത്രത്തിൽ നിന്നും ലഭിക്കുന്നത് ചായ തന്നെയായിരിക്കും. അപ്പൊ ഒന്നിൽ നിന്ന് കാപ്പിയും മറ്റൊന്നിൽ നിന്ന് ചായയും വരില്ല. അപ്പൊ മനുഷ്യൻ മാത്രമാണ് ആത്മാവെന്നും മൃഗങ്ങൾ ആത്മാവല്ല എന്നും പഠിപ്പിക്കുന്നത് അങ്ങേയറ്റം യുക്തിരഹിതമാണ്, യുക്തിശൂന്യമാണ്. അപ്പോൾ നാം മറ്റൊന്ന് ചിന്തിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം ചോദിച്ചിരുന്നു. മനുഷ്യനിൽ ഒരാത്മാവുണ്ട്, അമർത്യമായിരിക്കുന്ന ഒരാത്മാവുണ്ട്. അതാണ് മരണസമയത്ത് വിട്ടുപോകുന്നത്. എങ്കിൽ എന്തിനാണ് നാം ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്നും ശരീരം ഉപേക്ഷിച്ച് പോകുന്നത്? എന്തിനാണ്? അതിന് എന്ത് കാരണമുണ്ട്? പലപ്പോഴും നാം പത്രങ്ങളിൽ വായിക്കാറുണ്ട്. എന്നാ ഒരു അപകടം ഉണ്ടായി, ഒരു വണ്ടി അപകടം ഉണ്ടായി, ഒരു ബൈക്ക് അപകടം ഉണ്ടായി, ആ വ്യക്തി വഴി സൈഡിൽ കിടന്ന് രക്തം വാർന്ന് മരിച്ചു. മറ്റൊരു വ്യക്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി, അവൻ രക്തം വാർന്ന് മരണത്തോട് സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു? പെട്ടെന്ന് ഇവന് ആവശ്യമുള്ള ആ രക്തം അവനിൽ കുത്തിവെച്ചു, രക്തം അവന് പകർന്നു, രക്തം കൊടുത്തു. അവന്റെ ജീവൻ പതുക്കെ പതുക്കെ മടങ്ങി വന്നു. അതെന്താ? ഈ രക്തം ലഭിക്കാൻ അല്പം കൂടെ താമസിച്ചായിരുന്നെങ്കിൽ ഇവൻ മരിക്കുമായിരുന്നു, ഇവന്റെ ആത്മാവ് അവനെ വിട്ടു പോകുമായിരുന്നു എന്ന് പറയുമ്പോ എന്താ അതിന്റെ യുക്തി എന്താ? ഈ ആത്മാവ് എന്തിനാ? രക്തം ശരീരത്തിൽ ഇല്ലാതെ വന്നപ്പോൾ ഈ ആത്മാവ് എന്തിനാ വിട്ടുപോകുന്നത്? ആത്മാവ് ഇങ്ങനെ നോക്കിയിരിക്കുക. ഇപ്പൊ ഈ 100 മീറ്റർ 200 മീറ്റർ ഒക്കെ ഓടുന്ന ഓട്ടക്കാരില്ലേ, അവർക്കൊരു സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. അവർ ആ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുക ഈ സ്റ്റാർട്ടറുടെ വെടിയൊച്ച കേൾക്കാൻ. ഈ വെടിയൊച്ച കേൾക്കുന്ന മാത്രയിൽ ഇവര് സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിന്നും കുതിക്കും. അപ്പൊ ഒരുവന്റെ ആത്മാവ് ഇതുപോലെ അവനെ വിട്ടുപോകാൻ അങ്ങനെ തത്രപ്പെട്ടിരിക്കുകയാണോ? അപ്പൊ ഈ രക്തം അവന് കിട്ടിയപ്പോൾ അവൻ മടങ്ങി വരികയായി ആത്മാവെങ്കിൽ. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്നവര് വെള്ളത്തിൽ പോയി മരണത്തോ മുഖാമുഖം കണ്ട ഒരു വ്യക്തിയെ കരയ്ക്ക് കൊണ്ടുവന്ന് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുകയാണ്. ആ ശ്വാസം ലഭിക്കുമ്പോൾ അവന്റെ ജീവൻ പതുക്കെ മടങ്ങി വരുന്നു. എന്തിനാണ് ഈ ആത്മാവ് അവനിൽ നിന്ന് വിട്ടുപോകുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു കാര്യം എന്താണ്? നമ്മളെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ മണിക്കൂറുകളോളം അനസ്തേഷ്യ തന്ന് കിടത്തുന്നു, ബോധം കെടുത്തി മയക്കി കിടത്തുന്നു. അപ്പോൾ എന്താ? അവന്റെ ശരീരത്തിൽ നടത്തുന്ന ഒരു ശസ്ത്രക്രിയയെ കുറിച്ചും അതിന്റെ ഒരു മുറിവുകളെ കുറിച്ചും വേദനകളെ കുറിച്ചും അവൻ അറിയുന്നില്ല. അവന്റെ ശരീരത്തിൽ ഇതുപോലെ സചേതനമായിരിക്കുന്ന ആത്മാവ് നിലനിൽക്കുന്നുവെങ്കിൽ അവന്റെ ശരീരത്തിൽ നടത്തുന്ന ഈ ഓപ്പറേഷനെ കുറിച്ച് അവൻ അറിയാത്തതെന്താ? ഈ ആത്മാവ് അറിയാത്തതെന്താ? ആത്മാവ് അറിയുന്നില്ല എന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട. എത്രയോ വ്യക്തികൾ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ അവയവങ്ങൾ നഷ്ടപ്പെട്ടവരായി വരുന്നത്, അല്ലെങ്കിൽ കത്രിക പോലെയുള്ള ഉപകരണങ്ങൾ വയറ്റിൽ ഉപേക്ഷിച്ച് തുന്നിക്കെട്ടി പോകുന്നത്. അപ്പൊ ഈ ആത്മാവിനെ അറിയില്ലേ, എന്റെ കിഡ്നി അടിച്ചോണ്ട് പോയി,
അല്ലെ എന്റെ കിഡ്നി എടുക്കുക, ഈ ആത്മാവിന് അറിയില്ലേ? അപ്പൊ ഇതെന്താ, ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവൻ പൂർണ്ണമായും അന്ധനാണോ? ഇവൻ പൂർണ്ണമായും സംസാരശേഷി ഇല്ലാത്തവനാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ശരീരത്തിൽ നിന്നും പുറത്തു കടന്നാൽ പിന്നെ അവൻ ഭയങ്കര ശക്തിയാണ്. ഒരു കുടത്തിലടച്ച ഭൂതത്തിന്റെ സ്വഭാവമാണോ ആത്മാവിന്? ആ കുടത്തിന്റെ വായൊന്ന് തുറന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ഭൂതം ഭയങ്കര ശക്തിയുള്ളവനാണ്. എന്നാൽ ആ കുടത്തിൽ കഴിയുന്നിടത്തോളം സമയം അവൻ നിർവീര്യനാ, അവനൊരു ശക്തിയുമില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ഒരു ഭാഗമാണ് നമ്മിൽ കടന്നിരിക്കുന്ന ആ ആത്മാവെങ്കിൽ ഇവിടെ എങ്ങനെയാണ് മന്ദബുദ്ധികൾ ഉണ്ടാകുന്നത്? അൾഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം, പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗം, ഇതൊക്കെ ദൈവത്തിന്റെ അംശം നമ്മിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാ? അന്ധന്മാരായി മനുഷ്യർ ജനിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ നമ്മിൽ ദൈവത്തിന്റെ ഒരു അംശമാണ് ആത്മാവായി നമ്മിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഇവിടെ മന്ദബുദ്ധികളായിട്ട് മനുഷ്യർ ജനിക്കാൻ പാടില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് മന്ദബുദ്ധിയുടെ ആത്മാവാണോ? അന്ധന്മാരായി കുരുടന്മാരായി എത്രയോ പേർ ജനിക്കുന്നു. അതുപോലെ അംഗവൈകല്യമുള്ളവരായി എത്രയോ പേർ ജനിക്കുന്നു ഈ ലോകത്ത്. ഇതൊക്കെ എന്താ? അപ്പൊ ഇതൊക്കെ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മിലുള്ളത്, ദൈവത്തിന്റെ ഒരു അംശമാണ് നമ്മിലുള്ളത് എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അവരിതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്ന സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഈ ആത്മാവ് ഇങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ മരണശേഷവും അത് മറ്റൊരു ലോകത്ത് ജീവിക്കുന്നു. അവർക്ക് വേണ്ടി നാം അനുഷ്ഠിക്കേണ്ട മരണാനന്തര ക്രിയകളുണ്ട്. ഇല്ലെങ്കിൽ എന്താ? ഇല്ലെങ്കിൽ അവൻ നിത്യ നരകത്തിൽ കിടന്ന് വേദനപ്പെടും. ഇവിടെ നമ്മുടെ കർമ്മികൾ, പുരോഹിതന്മാരും മതകർമ്മികളും അനുഷ്ഠിക്കുന്ന ആ കർമ്മങ്ങളുടെ ബലത്തിലാ ഇവൻ നരകശിക്ഷയിൽ നിന്നും മോചനം പ്രാപിക്കുന്നതെന്ന്. ഇപ്പൊ ആത്മാവ് ഇങ്ങനെ നോക്കുക, ക്രിസ്ത്യാനികളാണെങ്കിൽ ഒരാൾ മരിച്ചാൽ 40 ദിവസം ആ ഭവനത്തിൽ ഒരു കട്ടിലിൽ വെള്ളം വിരിച്ച് അവിടെ ഈ ആത്മാവിന് 40 ദിവസം വസിക്കാനുള്ള ഇടം ഒരുക്കി കൊടുക്കുക. എന്ത് വലിയ അന്ധവിശ്വാസമാണ്! ഇതിനവര് കണ്ടെത്തുന്ന ഒരു വഴി, അല്ലെങ്കിൽ അതിനുള്ള ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത്, ഒരു ന്യായം എന്ന് പറയുന്നത്, ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിനു ശേഷം 40 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അവൻ സ്വർഗാരോഹണം ചെയ്തത് 40-ാം ദിവസമാണ്. അതുകൊണ്ട് മരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ആത്മാവ് ഇവിടെ 40 ദിവസം ഉണ്ടാവുന്ന. എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്രിസ്തു 40 ദിവസത്തിനിടയിൽ തന്റെ ശിഷ്യന്മാർക്ക് എത്രയോ തവണ പ്രത്യക്ഷപ്പെട്ടു. ഈ ഒരാത്മാവ് നമ്മുടെ ഭവനത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന ഈ ആത്മാവ് ഒരു നേരമെങ്കിലും ഈ ദുഃഖത്തിൽപ്പെട്ട് പച്ചവെള്ളം കഴിക്കാതെ കഴിയുന്ന തന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ കുടുംബാംഗങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എവിടെയെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? ഇങ്ങനെ മനുഷ്യനെ മന്ദബുദ്ധികളാക്കിക്കൊണ്ട് അവരുടെ ഈ വികാരങ്ങൾ, ഈ ഉപരിപ്ലവമായിരിക്കുന്ന വികാരങ്ങളെ ചൂഷണം ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഈ പറയുന്ന മേധാവികൾ, അപ്പൊ ഈ ആത്മാവിന്റെ മോക്ഷത്തിനു വേണ്ടി അനുഷ്ഠിക്കുന്ന കർമ്മമാർഗങ്ങൾ എത്രയേറെയാണ്. അപ്പൊ അവർ അതിനുവേണ്ടി ചെലവിടുന്ന പണം എത്രയാണ്? ഇതാ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഞങ്ങൾക്ക് അഹോവൃത്തിക്ക് വേണ്ടത് ഞങ്ങൾ തന്നെ സമ്പാദിച്ചു കൊള്ളാം, നീ ഒന്നും ഞങ്ങൾക്ക് കരുതണ്ട. ഇത് ക്രിസ്തുവിന്റെ ഉപദേശമല്ല. ക്രിസ്തു ഒരു വാക്കുകൊണ്ട് പോലും ഇങ്ങനെ ഒരു ആത്മാവിന്റെ അമർത്യതയെക്കുറിച്ചോ അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചോ ക്രിസ്തു ഉപദേശിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ഉപജീവന മാർഗമായി ഇതൊക്കെയാ ഉള്ളത്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളികളും ഞങ്ങളുടെ അമ്പലങ്ങളും ഒക്കെ പട്ടിണിയാവും, ഞങ്ങളുടെ കർമ്മികൾ പട്ടിണിയാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കർമ്മമാർഗങ്ങൾ, പ്രിയമുള്ളവരെ, ഇത് ഒരു ജാതീയ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഉപദേശങ്ങളാണ്. നമുക്കറിയാം, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ മുതലായ യവന തത്വചിന്തകന്മാർ അവരുടെ ആ ചിന്താധാരയിൽ ഉരുത്തിരിഞ്ഞ വെറും അവർ തത്വചിന്തകന്മാരാണെങ്കിലും ഈ കാര്യത്തിൽ അങ്ങേയറ്റം തത്വചിന്തയ്ക്ക് യാതൊരു സ്ഥാനവുമില്ലാത്ത ചിന്തകളാണ് അവരിൽ നിന്നും രൂപപ്പെട്ട ആശയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള ആശയങ്ങളൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നതല്ല, ബൈബിൾ പറയുന്നതുമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഈ ഇന്നത്തെ വിഷയം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ഇതിന്റെ അടുത്ത
ഒരു ഒരു പടിയായി ഈ ആത്മാവ് എന്നുള്ളത് ബൈബിളിൽ പ്രയോഗിച്ചിരിക്കുന്ന കുറെ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. 12-ലേറെ അർത്ഥങ്ങളിലാണ് ഈ ആത്മാവ് അല്ലെ സ്പിരിറ്റ് എന്നുള്ള പദം, റൂഹ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ മനുഷ്യനിൽ പ്രവേശിക്കുന്ന ആ ദൈവത്തിന്റെ ഭാഗം എന്നുള്ള അർത്ഥത്തിലല്ല. അതിനെക്കുറിച്ച് അടുത്ത ദിവസം നാളെ അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നാ വിചാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ വേദനിപ്പിക്കാനല്ല, നിങ്ങൾ വസ്തുനിഷ്ഠമായി യാതൊരു മുൻവിധികളുമില്ലാതെ ഈ വിഷയം പഠിക്കണം എന്നാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം എൻ്റെ ഇന്നത്തെ വിഷയം ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു.